കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം. ഇപ്രകാരം ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഇരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇപ്രകാരം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം തുടർച്ചയായി സംസാരിക്കുവാനായി സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വിലപ്പെട്ട ഭാഗ്യത്തിനായി അവസരത്തിനായി ദൈവത്തോട് നന്ദി കരേറ്റുകയാണ്. നിങ്ങൾ തുടർച്ചയായി ഈ വചനം ശ്രദ്ധിക്കുന്നതിൽ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. തുടർച്ചയായി ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നെന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിശ്ചയമായും ദൈവം ഈ ശുശ്രൂഷയിലൂടെ അനേകം ആളുകൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന സഹായകരമായിരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവസഭയെ ദൈവം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ആട്ടിൻകൂട്ടത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് നമ്മൾ അഥവാ ഒരാടിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ ചിന്തിച്ചു വന്നു. നമ്മൾ ഒന്നാമതായി അത് ബലഹീനമായ ഒരു ജീവിയാണ് എന്ന് ചിന്തിച്ചു. മാത്രമല്ല അതിന് അധികം ദൂരക്കാഴ്ചയില്ലാത്ത ഒരു ജീവിയാണ് ആട് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല അങ്ങനെ ആടിന് ദൂരക്കാഴ്ച കുറവുള്ളത് കൊണ്ട് അതിനെ ഒരു ഇടയൻ്റെ സംരക്ഷണം ഇടയൻ നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അതിന് ഒരു ഇടയൻ്റെ സംരക്ഷണം ആവശ്യമാണ് എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. ഒരു ഇടയൻ്റെ പരിപാലനം അതിനാവശ്യമാണ് എന്ന് നമ്മളെ ചിന്തിക്കുകയുണ്ടായി. അടുത്തതായിട്ട് നമ്മൾ ആടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിശ്വാസിയെ ഒരാടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ അരുമനാഥൻ യേശുക്രിസ്തു ഒരു ആടായി അഥവാ ഒരു കുഞ്ഞാടായിട്ട് മാറിയതായിട്ട് നമുക്ക് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളാകുന്ന നമ്മളെല്ലാവരും അവനെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മളെ കുഞ്ഞാടുകളായിട്ട് മാറുന്നത്. നമ്മൾ ദൈവവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങൾ സ്വർഗത്തിൽ നടക്കുന്ന കാഴ്ചകളെ സംബന്ധിച്ചാണ് യോഹന്നാനെ ദൈവം കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ഇതാ ലോകത്തിൻ്റെ ആധാരം വാങ്ങുവാനായിട്ട് അഥവാ മുദ്രയുള്ള പുസ്തകം ഒരു ആധാരമായിട്ട് സ്വർഗത്തിൽ കാണുന്നു. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം വാങ്ങുവാനെങ്കിലും അത് തുറക്കുവാനെങ്കിലും അഥവാ അതിനെ മുദ്ര വെട്ടിപ്പാൻ യോഗ്യരായി ആരെയും കാണായിയാൽ ഏറ്റവും കരയുന്ന യോഹന്നാനെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാനോട് അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറയാണ്, കരയണ്ട, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ മുദ്ര വെട്ടിപ്പാൻ യോഗ്യനായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാ ആ യോഹന്നാൻ ആ യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തെ കാണുവാനായി ഒരു പക്ഷെ അവൻ തല ഉയർത്തി നോക്കുകയാണ്. അപ്പോൾ അവൻ കാണുന്ന ഒരു കാഴ്ച ഇതാ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് അവിടെ കുഞ്ഞാടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരുന്നെങ്കിലും അവൻ ദാവീദിന്റെ വേരായിരുന്നെങ്കിലും ഇവിടെ ഇതാ കുഞ്ഞാടായി മാറിയിരിക്കുകയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി ഒരു കുഞ്ഞാടായി മാറിയ യേശുക്രിസ്തുവാണ് ആമേൻ അവൻ നമുക്ക് മാതൃകയായിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും ഒരു ആടുകളായി മാറണമെന്ന ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 36 പ്രാവശ്യം യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ദൈവവചനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 27 പ്രാവശ്യം പുതിയ നിയമത്തിൽ കുഞ്ഞാടായിട്ട് യേശുക്രിസ്തുവിനെ വിശദീകരിക്കുമ്പോൾ അഥവാ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കുഞ്ഞാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം എന്ന് വെളിപ്പാട് പുസ്തകം 12-11 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. കുഞ്ഞാടിന്റെ ജീവപുസ്തകം എന്ന് 13 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ കുഞ്ഞാടിന്റെ പാട്ട് എന്ന് 15 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ വെളിപ്പാട് 15:3 കാണാൻ കഴിയുന്നു. കുഞ്ഞാടിന്റെ രക്തം, കുഞ്ഞാടിന്റെ കോപം എന്ന് വെളിപ്പാട് പുസ്തകം 6
അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല 5-ാമതായിട്ട് കുഞ്ഞാടിന്റെ കല്യാണം എന്ന് വെളിപ്പാട് പുസ്തകം 19-ന്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 7-ാമതായിട്ട് കുഞ്ഞാടിന്റെ കാന്ത എന്നഥവാ മണവാട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട് 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 എന്ന് പരിചയപ്പെടുത്തുമ്പോൾ 7 പ്രാവശ്യം 7 കാര്യങ്ങൾ കൂടെ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ലോകത്തോട് ചിത്രീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് ഏകദേശം 700ഓളം വർഷങ്ങൾക്ക് മുൻപേ യെശയ്യാവിൽ കൂടെ ദൈവം ഒരു പ്രവചനം നടത്തുകയുണ്ടായി. അവിടെ 53-ാം അധ്യായം, യെശയ്യാപ്രവചനം 53-ാം അധ്യായം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ദൈവത്തിന്റെ ദാസനായ യെശയ്യാവ് പ്രവചിച്ചു പറയുമ്പോൾ അവനെ അവിടെ ഒരു കുഞ്ഞാടായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോവുകയാണ്. രോമം കത്രിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടായി യേശുക്രിസ്തുവിനെ അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവനേക്കാൾ ഏറ്റവും ഒരു 6 മാസം മാത്രം പ്രായക്കുറവുള്ള ഒരു ദൈവദാസനെ ദൈവം ലോകത്തിലേക്ക് അവന്റെ വഴിയൊരുക്കുവാനായി ദൈവം മുന്നമേ അയച്ചിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യോഹന്നാൻ സ്നാപകനായിരുന്നു അവന്. ആ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തു യോർദാന്റെ തീരത്തൂടെ നടന്നടുക്കുന്നത് കണ്ടപ്പോൾ അവനെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുകയുണ്ടായി. 1-ാം അധ്യായം യോഹന്നാൻ 1:29 നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 2-ാമതായിട്ട് 36-ാം വാക്യത്തിൽ വീണ്ടും അവനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും രണ്ടായിട്ട് പറയുവാൻ കാരണമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ മഹാപാപരിഹാര ദിവസത്തിൽ പാപം ചുമന്നൊഴിക്കുന്ന ഒരു കുഞ്ഞാടുമുണ്ട്, ദൈവത്തിന്റെ ചീട്ട് വീഴുന്ന ഒരു കുഞ്ഞാടുമുണ്ട്. അഥവാ അസലേലിലെ കുഞ്ഞാട്, അസലേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞാടുമുണ്ട്, ദൈവത്തിനെന്ന് പറയുന്ന ഒരു കുഞ്ഞാടുമുണ്ട്. ഈ 2 കുഞ്ഞാടുകളെയും ഒരുവനെ സമ്മേളിപ്പിക്കുകയാണ്. യോഹന്നാന് അത് വെളിപ്പാടായി അറിയാമായിരുന്നു. ഇവനൊരു സാധാരണ വ്യക്തിയല്ല, വിനയോ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞാടായി മാറിയ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും കുഞ്ഞാടുകളായിട്ട് മാറുന്നത്. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി ഒന്നിനെയും വകവയ്ക്കാതെ അങ്ങനെ ജീവിച്ചു വരുമ്പോൾ, അഥവാ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഇരിക്കുമ്പോൾ അവൻ തന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മളെ താഴ്മയുള്ളവരാക്കി മാറ്റുന്നത്, അഥവാ ആടിനെ പോലെയുള്ള സ്വഭാവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുന്നത്, നമുക്ക് ഒരുപക്ഷെ ഈ ലോകത്തിന്റെ എല്ലാ പ്രതാപത്തോടുകൂടെയും ജീവിക്കുവാനുള്ള സാഹചര്യമുള്ളപ്പോൾ വലിയവനായ ദൈവം നമ്മളെ ഹല്ലേലൂയ താഴ്മയുള്ളവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു വരുന്നത്, വിശ്വാസികളാകുന്ന ദൈവമക്കൾ എല്ലാവരും ആടിന്റെ സ്വഭാവമുള്ളവരാകണം, കുഞ്ഞാടിന്റെ സ്വഭാവമുള്ളവരാകണം. നമ്മുടെ അരിമനാഥന്റെ സ്വഭാവം എന്തോ അതിലേക്ക് വരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും പല സഭകളിലും പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? അവിടെ എങ്ങും കുഞ്ഞാടുകളെ നമ്മൾ കാണാൻ കഴിയുന്നില്ല. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നവർ? അവിടെയുള്ള കുഞ്ഞാടുകൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടാക്കാൻ കഴിയത്തില്ല. കാരണം അവർ ബലഹീനരാണ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ജഡത്തിൽ ജീവിക്കുന്ന ധാരാളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ ദൈവസഭയിൽ ദൈവം അവരെ അംഗീകരിക്കുന്നില്ല. ആരെയാണ് അംഗീകരിക്കുന്നത്? ആട്ടിൻകുട്ടത്തെയാണ് അംഗീകരിക്കുന്നത്. കൊടിയ ചെന്നായ്ക്കൾ വരുമ്പോൾ ആട്ടിൻകുട്ടത്തെയാണ് സാത്താൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആരിൽ കൂടെയും പ്രവർത്തിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഇത്
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസിയാകുന്ന ദൈവത്തിന്റെ വൈതലേ, നീ ഒരു കുഞ്ഞാടായി തീരണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ താഴ്മയുള്ളവനായി മാറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ സൗമ്യത കണ്ടുകൊണ്ട്, അവന്റെ ശാന്തത കണ്ടുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവനൊരു സാക്ഷ്യം കിട്ടി. ഹല്ലേലൂയ, എന്റെ ദാസൻ, ഹല്ലേലൂയ, ഞാൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ ദാസൻ എന്ന് പറഞ്ഞും കൊണ്ട് തന്റെ പുത്രനെ അംഗീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, നമുക്ക് ഓരോരുത്തർക്കും, വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും കുഞ്ഞാടുകളായി മാറാം. യേശു കുഞ്ഞാടായി മാറിയതുപോലെ നമുക്കും കുഞ്ഞാടായി മാറാം. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അതിന്റെ 8-9 വാക്യങ്ങൾ വരെയുള്ള വാക്യങ്ങളിൽ 7 പടികൾ താഴോട്ട് താഴ്ന്നിറങ്ങി വന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് അവിടെ പഠിക്കാൻ കഴിയുന്നത്. 7 താഴ്ചകൾ യേശു ക്രിസ്തുവിന് വന്നതായി നമുക്ക് പഠിക്കാൻ കഴിയും. അവനങ്ങനെ താണു വന്നില്ലായിരുന്നു എങ്കിൽ നമുക്കൊരു രക്ഷ ലഭിക്കുകയില്ലായിരുന്നു, നമുക്കാർക്ക് സ്വർഗം ലഭിക്കുകയില്ലായിരുന്നു, നമുക്കാർക്കും ദൈവത്തെ മുഖാമുഖമായി അഭിമുഖീകരിക്കാനായി കഴിയത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് താണിറങ്ങി വന്നതായി ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് അവൻ താണതുകൊണ്ട് ദൈവം അവനെ താഴ്ത്തി കളഞ്ഞോ? ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ നാമത്തിനും മേലായ നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഭൂമിയിൽ കാണുന്ന ഇരുത്തപ്പെട്ട എല്ലാ നാമങ്ങൾക്കും മീതെ ഉയർത്തപ്പെട്ട നാമം എഫെസ്യ ലേഖനം 1:29 വായിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മീതെ ഇരുത്തപ്പെട്ട നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സ്വർലോകരുടെ മുഴങ്കാൽ മടങ്ങുന്ന നാമം, അധോലോകരുടെ മുഴങ്കാൽ മടങ്ങുന്ന നാമം, ഭൂലോകർ ഏറ്റുപറയാൻ പോകുന്ന നാമം, അത് യേശുവിന്റെ നാമമായി മാറി. അങ്ങനെ അവൻ ഉയർച്ച ലഭിച്ചുവെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, നീ അധികം താഴ്മയുള്ളവനായി മാറുമ്പോൾ, വിശ്വാസിയെ നീ ഒരു കുഞ്ഞാടായി മാറുമ്പോൾ, ദൈവം നിന്റെ മേൽ ശക്തി പകരാൻ തുടങ്ങും. ദൈവം വലിയ ദൈവ സാന്നിധ്യം കൊണ്ട് നിന്നെ ഭവനം നിറയ്ക്കാൻ തുടങ്ങും. ആ സഭയിൽ വലിയ ശാന്തതയുണ്ടാകാൻ ഇടയായിത്തീരും. സൗമ്യതയുള്ളവരുടെ കൂട്ടമായി മാറാൻ ഇടയായിത്തീരും. അന്യോന്യം കാല് കഴുകാൻ മനസ്സുള്ളവരുടെ കൂട്ടമായി മാറണം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഒരു കുഞ്ഞാടായി മാറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് നമുക്ക് 6ാമതായിട്ട് പഠിക്കുവാൻ കഴിയുന്നത്, ഈ ആടിന്റെ ഒരു പ്രത്യേകത, അത് വളരെ സൗമ്യതയുള്ള ഒരു ജീവിയാണ്. സൗമ്യതയുള്ള ജീവിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഒരാടുകളും ഒരു മനുഷ്യനെ കുത്തിക്കൊന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. വളരെ ആടിന്റെ ശക്തി വളരെ കുറവായതുകൊണ്ട് അതിന് മറ്റുള്ളവരെ ആക്രമിക്കാനൊന്നും കഴിയത്തില്ല. ആത്മീയമായി നമ്മൾ വളരെ ശക്തരാകുമ്പോൾ തന്നെ, പൗലോസിന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, ഞാൻ ശക്തനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ബലഹീനതയുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വിശ്വാസികളാകുന്ന നാം ഓരോരുത്തരും ആടുകളുടെ സൗമ്യത നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വചനം യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ സൗമ്യതയെക്കുറിച്ച് പ്രവചനാത്മാവിൽ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അവനെ കുറിച്ച് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, അവന് രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടായി വായിക്കുന്നു. എന്താ ഈ രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ? ഈ രോമം കത്രിക്കുമ്പോൾ, അഥവാ ഒരു ചെമ്മരിയാടിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ്? മറ്റൊന്നുമല്ല. അതിന്റെ കണ്ണോ അതിന്റെ ചെവിയോ അതിന്റെ കൈകാലുകളോ ഒന്നുമല്ല. അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അതിന്റെ ശരീരത്തിൽ നല്ല വിടർന്നു കിടക്കുന്ന നല്ല രോമങ്ങൾ, തിക്കായിട്ട് കിടക്കുന്ന വലിയ രോമങ്ങൾ അതിനെ വളരെ ഭംഗിയുള്ള ഒരു മൃഗമാക്കി മാറ്റിയിരിക്കുന്നു. എന്നാൽ രോമം കത്രിച്ചു കഴിയുമ്പോഴോ, ഇന്നത്തെ പോലെയുള്ള സംവിധാനമൊന്നും ഇല്ലാത്ത പഴയ കാലഘട്ടങ്ങളിൽ അതിനെ കത്രിച്ചെടുക്കുവാനായി ചില
കത്രികളോ ഒരുപക്ഷെ കത്തികളോ ഒക്കെ ഉപയോഗിച്ചായിരിക്കും അതിൻ്റെ രോമങ്ങൾ കത്രിച്ച് എടുക്കുന്നത്. അതിനെയെല്ലാം കത്രിച്ചെടുത്ത് കഴിയുമ്പോൾ, രോമമെല്ലാം കത്രിച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ആടിനെ കണ്ടാൽ ഒരു ദീനം പിടിച്ച നായെ പോലെ തോന്നും. അതിൻ്റെ രോമം കത്രിക്കുന്നതിൻ്റെ ഫലമായി അവിടങ്ങളിൽ ചിലതൊക്കെ ചില ഭാഗങ്ങളൊക്കെ അതിൻ്റെ സ്കിന്നിൽ തൊലിപ്പുറത്തൊക്കെ ചിലപ്പോൾ അതിന് മുറിവേറ്റു എന്നൊക്കെ വരാം. ഇതിനെ കത്രിച്ച് വെളിയിലേക്ക് വിടുമ്പോൾ അതിന് ഒരു സൗന്ദര്യവുമില്ലാത്ത ഒരു ജീവിയായിട്ട് നമുക്ക് തോന്നും. ഒരു ദീനം ബാധിച്ച ഒരു നായെ പോലെ ഇരിക്കുന്നത് നമുക്ക് തോന്നും. ഇതുപോലെ വിശ്വാസിയെ നിന്റെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഭാഗങ്ങൾ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആളുകളുടെ ഇടയിലുള്ള നല്ല സാക്ഷ്യങ്ങൾ പിശാചായവൻ ഇങ്ങനെ കത്രിച്ചെടുക്കുമ്പോൾ, ഒരു ദൈവമില്ലാതെ അവൻ ഇങ്ങനെ വലിച്ച് ഓരോ പ്രാവശ്യവും കത്രിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങളെ വികൃതമായ ആളുകളുടെ മുമ്പിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, രോമം കത്രിക്കുന്ന നടുവിൽ മിണ്ടാതിരുന്ന ഒരു കുഞ്ഞാടിന്റെ പുറകെ ഇറങ്ങിയവരാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് വീടാന്തോറും കേറി ആളുകൾ നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു എന്ന് വരാം. അപവാദിയായ സാത്താന്റെ കൈകോർത്ത് പിടിച്ചും കൊണ്ട് പല ആളുകളും നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകൾ, നിങ്ങളുടെ ഭവനത്തിലുള്ള ആളുകൾ തന്നെ, നിങ്ങളുടെ സഹോദരങ്ങളിലുള്ള ആളുകൾ തന്നെ, നിങ്ങളുടെ സഭയിലുള്ള ആളുകൾ തന്നെ, ഹല്ലേലൂയ, ദൈവമേ എന്തുകൊണ്ടാണ് അവരിങ്ങനൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു പരത്തുന്നത്? എൻ്റെ നല്ല സാക്ഷ്യമാകുന്ന ആ സൗന്ദര്യത്തിനെല്ലാം കേടുവരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ വേദനപ്പെടുമ്പോൾ, അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഉറക്കിളച്ചിരിക്കേണ്ട രാത്രികൾ വന്നേക്കാം. എന്നാൽ ഞാൻ അതിന്റെ നടുവിൽ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, നിങ്ങൾക്ക് എത്രമാത്രം അപമാനമേറ്റോ അത്രമാത്രം ദൈവത്തിന്റെ ആനന്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തരും. ദൈവിക സന്തോഷം കൊണ്ട് നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കുവാൻ അവിടുന്ന് മതിയായവനായ ദൈവമാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ ദാസനായ ജോസഫിന്റെ ഹല്ലേലൂയ ഒരു തെറ്റും ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് താൻ അപമാനിതനായി മാറുകയാണ്. അവർക്ക് ആ വസ്ത്രം തന്റെ കയ്യിലുള്ള കാലത്തോളം അവർക്ക് കാണിച്ചു കൊടുത്ത് ആളുകളോട് പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. ഹല്ലേലൂയ, ഇവൻ ഇത് ചെയ്തു എന്നുള്ളത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെയൊക്കെ നടുവിൽ നീ സൗമ്യനായി മാറുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു സൗമ്യതയുടെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, നമ്മള് മോശയെ കുറിച്ച് വായിക്കുന്നത്, ഹല്ലേലൂയ, എന്താണ്? മോശയോ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു എന്ന ദൈവം സാക്ഷ്യം പറയുകയാണ്. നമ്മൾ ഹല്ലേലൂയ നമ്പേഴ്സ് ചാപ്റ്റർ 12 നമ്മൾ വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, മോശയോ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വെച്ച് അതിസൗമ്യനായിരുന്നു. നമുക്ക് അവന്റെ സൗമ്യത അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ഈ പല കാര്യങ്ങൾ പറയുമ്പോൾ വിരോധാഭാസമായി നമുക്ക് തോന്നും, അഥവാ നമുക്ക് വളരെ ഹല്ലേലൂയ ചിരി വന്നു പോകും. മോശ അതിസൗമ്യനാണോ? അല്ല. ഒരു മിസ്രയീമിനെ ഒറ്റ അടിക്ക് കൊല്ലുകയും അവനെ മറവ് ചെയ്യാൻ കൂടെ കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. കാരണം അവിടെ എങ്ങും ആരെയും ശവടക്കാൻ വിളിച്ചില്ല, തന്നെത്താൻ കുഴിമാന്തി ശവടക്കിയ ആളാണ്. ഒറ്റ അടിക്കൊരുത്തനെ കൊല്ലുക, ഒരു മിസ്രയീമിനെ വലിയ ബലിഷ്ഠ കരങ്ങൾ കൊണ്ട് ദേഷ്യപ്പെട്ട് കൊല്ലുന്ന മനുഷ്യനാണ് സൗമ്യനായ മനുഷ്യനെന്ന് ആരെങ്കിലും പറയുമോ? ഹല്ലേലൂയ. മാത്രമല്ല, ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ വിഗ്രഹാരാധന കണ്ട് വേദന വന്നിട്ട് തന്റെ കയ്യിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്തയച്ച ആ തേജസ്സിന്റെ പലക ഒറ്റ അടിക്ക് അടിച്ച് ഉടച്ചു കളഞ്ഞവനാണ് മോശ. അവനെ കുറിച്ച് സൗമ്യനെന്ന് പറയാൻ കഴിയുമോ? എന്നാൽ ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, എപ്പോഴാണ് ഇവന് സൗമ്യത കിട്ടിയത്? ഹല്ലേലൂയ, അവൻ ദൈവ തേജസ്സിനോട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് ദൈവം അവനെ സൗമ്യനാക്കി മാറ്റി. ഇന്ന് ഈ വചനം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഹല്ലേലൂയ ആ വിധത്തിൽ സൗമ്യതയുള്ള ഒരു ജീവിതമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, മിണ്ടാതിരുന്ന്
ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. അപവാദം കേൾക്കുമ്പോൾ ശത്രുവായവൻ ഓരോന്നോരോന്നായി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും ഹല്ലേലൂയ നമുക്ക് സൗമ്യരായി മാറാം. കർത്താവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, വിശ്വാസിയെ ഒരാടിന്റെ സ്വഭാവം നിങ്ങൾക്ക് വരട്ടെ. ഹല്ലേലൂയ. സൗമ്യരാകാം, പല കാര്യങ്ങൾ വിട്ടുകൊടുക്കാം, പല കാര്യങ്ങൾ തർക്കിക്കാതിരിക്കാം, പല കാര്യങ്ങൾ ഹല്ലേലൂയ കണ്ടില്ല എന്നുള്ള നിലയിൽ ഹല്ലേലൂയ നമുക്ക് മിണ്ടാതിരിക്കാം. കാരണം വില്ലൊടിക്കുന്നവൻ അവനാണ്, കുന്തം മുറിക്കുന്നവൻ അവനാണ്, രഥങ്ങളെ തിലിടിച്ചൊട്ട് കളയുന്നവൻ ദൈവമായതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് അവന്റെ പാതയിൽ നടക്കാം. അവൻ നമ്മെ ഇന്ന് ഹല്ലേലൂയ അതിനായി സഹായിക്കും. വലിയവനായ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ വാഴുമാറാകട്ടെ. സൗമ്യതയുള്ളവരായി മാറുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ധാരാളം വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് അനേകർ എഴുതി അയക്കുന്നു. ഇമെയിൽ സന്ദേശത്തിൽ കൂടെ, അതുപോലെ തന്നെ ഫോൺ വിളിച്ച് നിങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് ധാരാളം ആളുകൾ വിളിച്ച് പറയാറുണ്ട്. ഈ നാളുകളിൽ അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മിക്കവാറുമുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഈ നാളുകൾ മറുപടി തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മാത്രമല്ല ഞങ്ങള് ധാരാളം ദൈവദാസന്മാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആ ദൈവദാസന്മാരുടെ ഏറ്റവും ഒരു ആവശ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അനേകരും കർത്തൃവേലയിൽ നിരാശപ്പെട്ട് വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടെ നല്ല യൗവനം കർത്താവിന് വേണ്ടി കൊടുത്തതിന് ശേഷം അവര് വേലയിൽ മടുത്ത ഏലിയാവിനെ പോലെ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് ഏലിയാവ് പറഞ്ഞ് എന്നെ അങ്ങ് വിളിച്ചോളണമേ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കുന്ന, നിരാശയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ട്. അവരെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരുപക്ഷെ ഈ മീഡിയയിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഒരുപക്ഷെ നിരാശയുടെ 100 ചിന്തകൾ നിങ്ങളുടെ അന്തരാത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കാം. മാനസിക മണ്ഡലങ്ങളിൽ വളരെ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ശത്രുവിന്റെ 100 വിത്തുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശത്രു പാകിയിരിക്കാം. എന്നാൽ അതിന്മേൽ കർത്താവ് നിങ്ങൾക്ക് ജയം തരും. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സ്വർഗീയ അടയുമായി ദൈവം ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നിരാശയുടെ ആത്മാവിനെ പുറത്താക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. നമ്മളെ സ്വർഗീയ അട തന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളെ ദൈവത്തിന്റെ ദാസനായ ഏലിയാവിനെ പ്രത്യാശയോടുകൂടെ സ്വർഗത്തിലേക്ക് അവന് എടുത്തുകൊള്ളപ്പെട്ടതുപോലെ ദൈവം ഈ നാളുകൾ പ്രവർത്തിക്കാനായിട്ട് പോകുന്നു. നമുക്കൊന്ന് ചേർന്ന് ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളെ അടുത്തടുത്തിരിക്കുന്ന നിങ്ങളെ സഹോദരിമാരുമായി അഥവാ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി കരങ്ങളെ കോർത്തു പിടിക്കാം. നമ്മൾ ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മിനിസ്ട്രിയിൽ കർത്താവ് ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കും. കാൽവരിയിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക സന്ദർഭങ്ങളിൽ ഹൃദയം ഉടഞ്ഞു പോയ, നിരാശപ്പെട്ടു പോയ, ഇനി ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾ തന്നെ വിചാരിച്ചു പോയ എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച ദൈവമാ, ഞങ്ങളെ സഹായിച്ച ദൈവമാ, ഞങ്ങളെ വീണ്ടും തട്ടി ഉണർത്തി നിനക്കൊരു ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തി അയച്ച ദൈവമാ. കർത്താവെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ടാ ഞങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അവസരം ലഭിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ, അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ നിരാശപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഇന്ന് ഈ സമയത്ത് ഹല്ലേലൂയ
കൂരിരുട്ടിന്റെ നടുവിൽ, നിരാശയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ശുശ്രൂഷ നിമിത്തം ഏതെങ്കിലും വിധത്തിൽ ബന്ധനത്തിലായി പോയവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങൾ അവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇതൊന്നും ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ദോഷത്തിനായി സംഭവിച്ചതല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അങ്ങവരെ പണിയുവാൻ, ഹല്ലേലൂയ അങ്ങവരെ വീണ്ടും ശക്തിപ്പെടുത്തുവാൻ അതിനുവേണ്ടി മാത്രം അനുവദിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം. അത് മനസ്സിലാക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണം. അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ ഹല്ലേലൂയ സ്വർഗം സഹായിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അടയുമായി നീ ദൂതനെ ഇറക്കണമേ. ചിലരെ തട്ടി എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് ലഭിക്കുന്ന ആത്മശക്തി കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നെടുക്കുവാൻ ഹല്ലേലൂയ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ കഴിഞ്ഞ രാത്രിയിൽ എന്നെ സന്ദർശിച്ചു എന്ന അപ്പോസ്തലൻ പറയുന്നതുപോലെ ഹല്ലേലൂയ ചിലരെ സന്ദർശിക്കുന്ന ഹല്ലേലൂയ നിമിഷങ്ങളാകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ചിലരെ ഉറപ്പിക്കുന്ന ദിവസങ്ങളാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം. അവർ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഏതെങ്കിലും കാരണവശാൽ ഹല്ലേലൂയ വേലയെ ഭയപ്പെട്ട് മുന്നിലുള്ള ദൗത്യത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ ഏറ്റെടുക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ കപ്പലിന്റെ അടിത്തട്ടിലേക്ക് കിടന്ന് ഹല്ലേലൂയ ഉറങ്ങിപ്പോയ യോനയെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ 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 ഇറങ്ങി ചെല്ലണമേ ദൈവമേ. സാധനങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അവരെ പുറത്തു കൊണ്ടുവരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവരെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നീ അവരെ ഓടിച്ചു കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഉള്ളിൽ ഒരു അത്യന്ത ശക്തി വരട്ടെ. അവരുടെ അകത്തുറങ്ങിക്കിടക്കുന്ന യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ഹല്ലേലൂയ സടകുടഞ്ഞെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ആർക്കും എഴുന്നേൽക്കാൻ കഴിയാത്ത, ഒരു വാക്കുകൾക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത, ഒരു നിരാശയ്ക്കും ഹല്ലേലൂയ മൂടിക്കളയുവാൻ കഴിയാത്ത ഒരു അത്യന്ത ശക്തി ആ മൺകൂടാരങ്ങളുടെ അകത്തേക്ക് പകരട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഏതെങ്കിലും വിധത്തിൽ ഹല്ലേലൂയ ഏതെങ്കിലും ദൈവദാസന്മാരുടെ കുടുംബ ബന്ധങ്ങൾ ഹല്ലേലൂയ തകർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അവരുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിന്റെ യഥാസ്ഥാപനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്തെടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങൾക്കല്ലേ യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിന് നീ നന്മയ്ക്കായി ചില അടയാളങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും അങ്ങയുടെ വേല ശക്തിയോടെ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കായും ഹല്ലേലൂയ അവരുടെ എല്ലാ ഓർഗനൈസേഷൻസിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ നാളുകളിൽ അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയും അഭിഷേകവുമായി അവരെ എല്ലാവരെയും നിലനിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിശ്ചയമായും ആ നിരാശ മാറ്റി പ്രത്യാശയിലേക്ക് ദൈവം നിങ്ങളെ നടത്തുമാറാകട്ടെ.